കനത്ത സുരക്ഷയിൽ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള ശ്രീ അമർനാഥ് തീർത്ഥാടനത്തിന് ജമ്മുവിൽ തുടക്കമായി. ഇനി കാശ്മീർ കനത്ത ജാഗ്രതയിലായിരിക്കും. ഭീഷണികളെയും വെല്ലുവിളികളെയും വകവയ്ക്കാതെ ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടിയുടെ കാവലിൽ ഭക്തർ പുണ്യഭൂമിയിലേക്ക് നീങ്ങുകയാണ്. വ്യാഴാഴ്ച രാവിലെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് തീർത്ഥാടകരുടെ ആദ്യ സംഘത്തെ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ബം ബം ഭോലെ മന്ത്രങ്ങളും ബാബ ബർഫാനിയുടെ ഭക്തിഗാനങ്ങളും മുഴക്കി വലിയ ആവേശത്തോടെയാണ് ഭക്തർ പുലർച്ചെ 5 മണിയോടെ യാത്ര തിരിച്ചത്. ജൂലൈ 3-ന് ഔദ്യോഗികമായി ആരംഭിക്കുന്ന 57 ദിവസം നീളുന്ന ഈ യാത്ര രക്ഷാബന്ധൻ ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 28-നാണ് സമാപിക്കുന്നത്. അനന്ത്നാഗ് ജില്ലയിലെ 48 കിലോമീറ്റർ വരുന്ന പരമ്പരാഗത നൂൻവാൻ പഹൽഗാം റൂട്ടിലൂടെയും ഗന്ദർബാൽ ജില്ലയിലെ 14 കിലോമീറ്റർ ദൂരമുള്ള കുത്തനെയുള്ള ബാൽതാൽ റൂട്ടിലൂടെയും തീർത്ഥാടകർ യാത്ര ചെയ്തു. ഈ യാത്ര കാശ്മീർ താഴ്വരയിലെ നമ്മുടെ അവകാശത്തിന്റെയും അചഞ്ചലമായിട്ടുള്ള സാന്നിധ്യത്തിന്റെയും പ്രഖ്യാപനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യവിരുദ്ധ ശക്തികളുടെ ഏത് നീക്കവും തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ജമ്മു മുതൽ പുണ്യ ഗുഹാക്ഷേത്രം വരെ കരസേന, കേന്ദ്ര സായുധ പോലീസ് സേന, ജമ്മു കാശ്മീർ പോലീസ് എന്നിവർ ചേർന്നുള്ള ബഹുതല സുരക്ഷാ വലയം ഒരുക്കി കഴിഞ്ഞു. ഫ്ളാഗ് ഓഫിന് മണിക്കൂറുകൾക്ക് മുമ്പ് CRPF 137-ാം ബറ്റാലിയൻ K9 യൂണിറ്റിന്റെ സഹായത്തോടെ ഉദ്ധംപൂരിലെ ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ പരിശോധന നടത്തി. ഡ്രോണുകൾ, ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ, CCTV-കൾ എന്നിവ ഉപയോഗിച്ച് കർശന നിരീക്ഷണമുണ്ട്. ശ്രീനഗറിലെ പത്താൻ ചൌക്ക് ബേസ് ക്യാമ്പിലെ ശ്രീ പ്രേം ഗാർഗ് ഭവൻ ഉൾപ്പെടെ യാത്രാ റൂട്ടുകളിൽ സുരക്ഷാ സേന ഭീകരവിരുദ്ധ മോക്ക് ഡ്രില്ലുകളും നടത്തി. ശ്രീ അമർനാഥ് യാത്ര രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനങ്ങളിൽ ഒന്നാണെന്നും യാത്ര വിജയകരമാകുമെന്നും ചടങ്ങിൽ പങ്കെടുത്ത BJP MP ജുഗൽ കിഷോർ ശർമ്മ വ്യക്തമാക്കി. ഷ്രൈൻ ബോർഡ് ഒരുക്കിയ ക്രമീകരണങ്ങളിൽ പൂർണ്ണ വിശ്വാസം പ്രകടിപ്പിച്ച ജമ്മു കാശ്മീർ പ്രതിപക്ഷ നേതാവും BJP നേതാവുമായിട്ടുള്ള സുനിൽ ശർമ്മ ഇത്തവണ റെക്കോർഡ് എണ്ണം ഭക്തർ എത്തുമെന്നും കൂട്ടിച്ചേർത്തു. തെക്കൻ കാശ്മീരിലെ ഹിമാലയത്തിൽ 3880 മീറ്റർ ഉയരത്തിലുള്ള സ്വാഭാവികമായ മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗ ദർശനം പരമശിവന്റെ സാന്നിധ്യമായിട്ടാണ് ഭക്തർ ആരാധിക്കുന്നത്. 2026-ലെ തീർത്ഥാടനത്തിനായി സർക്കാരും ഏജൻസികളും വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാർഷിക തീർത്ഥാടനത്തിലുടനീളം ഭക്തർക്ക് സൗജന്യ ഭക്ഷണവും സേവനങ്ങളും നൽകാൻ ലങ്കാർ സംഘടനകളും തയ്യാറാണ്. യാത്രാ വഴികളിലെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ജമ്മു കാശ്മീർ ഭക്ഷ്യമരുന്ന് ഭരണ വിഭാഗം കമ്മീഷണർ ഖാലിദ് ജഹാംഗീർ, ഫുഡ് സേഫ്റ്റി ജോയിന്റ് കമ്മീഷണർ സഞ്ജീവ് കുമാർ, റംബാൻ ഫുഡ് സേഫ്റ്റി ഓഫീസർ ബൽബീർ സിംഗ് എന്നിവർ ബുധനാഴ്ച രാവിലെ ചന്ദർകോട്ടിൽ കർശന പരിശോധനകളും നടത്തിക്കഴിഞ്ഞു. ഭീകരതയുടെ അദൃശ്യ ഭീഷണികളെ വകഞ്ഞുമാറ്റി സുരക്ഷാ സേനയുടെ കനത്ത കാവലിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ തങ്ങളുടെ ആത്മീയവും ദേശീയവുമായിട്ടുള്ള അവകാശങ്ങൾ ഉയർത്തിപ്പിടിച്ച് പൂർണ്ണ ധൈര്യത്തോടെ ബാബ ബർഫാനിയുടെ സന്നിധിയിലേക്ക് യാത്ര തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്